നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? മേമയുടെ വീട്ടിലാണ്. ഇന്ന് മേമയുടെ വളകാപ്പാണ്. ഇപ്പോൾ ഒരു 7:22 ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴാണ് പരിപാടി. സോ നമ്മളുടെ മേമ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലെൻസ് വെച്ചിട്ട് കണ്ണിൽ നിന്ന് കിളി പോയിട്ടിരിക്കുന്നതൊക്കെ ഒലിച്ചിറക്കി. ഹായ് അക്ഷിത്, അമ്മേനെ കണ്ടിട്ട് എന്താണ് നമുക്ക് തോന്നുന്നത്? ചിരി വരുന്നു. നമുക്ക് പിന്നെ കാണാം. ആദ്യം കരച്ചിലൊന്നും നിൽക്കട്ടെ, എന്നിട്ട് പിന്നെ വായിച്ചാൻ പറ്റത്തുള്ളൂ. കരഞ്ഞോണ്ടിരിക്കാൻ വെച്ചിട്ട് അതാ. മേക്കപ്പ് പിന്നെ എൻ്റെ അമ്മ തന്നെ ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാനും അവിടെ തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മേക്കപ്പിൻ്റെ. കാരണം എനിക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു. അമ്മയുടെ എപ്പോഴും ഹെൽപ്പർ ഞാൻ. അതുകൊണ്ട് തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മേമയുടെ കുറച്ച് ഫോട്ടോസ്, സിംഗിൾ ഫോട്ടോസ് എടുത്തു. അക്ഷിതിനായിട്ടുള്ളത് എടുത്തു, പിന്നെ ഞാനും എടുത്തു. അതിന് ശേഷം പരിപാടി തുടങ്ങിയപ്പോൾ ആദ്യം മേമയുടെ അച്ഛനും അമ്മയും ആണെടുത്ത്, പിന്നെ എൻ്റെ അച്ഛനും അമ്മമ്മയും അവരൊക്കെ. അമ്മമ്മ ചിരിക്കണമൊന്നുമില്ല, അമ്മമ്മയ്ക്ക് തീരെ താല്പര്യമില്ല വരാൻ തന്നെ. മേമ നിർബന്ധിച്ച് കുറേ ഇതായിട്ട് എന്താ പറയുക, അടിയൊക്കെ ആയിട്ടാണ് അമ്മമ്മ വരുന്നത് തന്നെ. കുറേ കാലത്തിന് ശേഷമാണ് അമ്മമ്മ തിരിച്ച് വരുന്നത്. പക്ഷെ അമ്മമ്മയ്ക്കൊരു സന്തോഷമൊന്നുമില്ല, അവിടെ ഇരുന്ന് കരയായിരുന്നു. ബട്ട് സ്റ്റിൽ വന്നു. പിന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചത്തു. അതുകൊണ്ട് എൻ്റെ ശബ്ദമൊക്കെ പോയിരിക്കുന്നു. ഐ ഹോപ്പ് പ്ലീസ് ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഓക്കെ, ക്ഷമിക്കണം. പരിപാടിയൊക്കെ ആക്ച്വലി നല്ല രസമായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് പോരുന്ന നേരമൊക്കെ ആയപ്പോൾ യാത്ര പറയുമ്പോൾ മേമ കരഞ്ഞ്, മേമയുടെ അച്ഛനും അമ്മയൊക്കെ കരഞ്ഞ്, അങ്ങനെ മേമയും കരഞ്ഞ്. പിന്നെ അവിടെ കരച്ചിലായിരുന്നു. എന്നിട്ട് മേമ കരഞ്ഞിട്ടൊക്കെയാണ് വന്നത്. എന്താ പറയുക, മേമ സങ്കടത്തിലൊക്കെ വന്ന്. ഞാൻ ചോദിച്ചു എന്തേ കരഞ്ഞു? അപ്പോൾ ആൾ പറഞ്ഞു അപ്പം കരയാൻ തോന്നി, കരഞ്ഞെന്നാണ് പറഞ്ഞ്. കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ആൾ പിന്നെ വന്ന്. ഇതൊക്കെ പിന്നെ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഒന്നും വിടാണ്ട് പിന്നെ നിൽക്കരുത്. ഓക്കെ, എനിക്ക് ചെറിയൊരു കോൾഡ് ഉള്ളത് കൊണ്ടാണ് ഈ ഇടയ്ക്കൊരു വലിച്ചിൽ വരുന്നത്. ദയവ് ചെയ്ത് ക്ഷമിക്കണം. സോറി ഫോർ ഡിസ്റ്റർബൻസ്.